നടക്കുന്നത്. കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ യുവാവ് മരിച്ചു. എരുവ നിറയിൽ മുക്ക് സ്വദേശി ആരോമലാണ് മരിച്ചത്. KPSC ജംഗ്ഷന് സമീപം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ആരോമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഗുരുതരമായ അനാസ്ഥയുടെ ഒരു ഇരയായി മാറിയിരിക്കുകയാണ് ആരോമൽ കൂടി. ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ദേശീയപാതയിൽ. മറ്റു വിവരങ്ങൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സൈൻ ബോർഡുകൾ അടക്കം സ്ഥാപിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്, വ്യാപകമായി നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രി ആലപ്പുഴ കായംകുളത്ത് ഒരു ജീവൻ പൊലിഞ്ഞത് KPSC ജംഗ്ഷന് സമീപം ഉണ്ടായിരുന്ന ഓടയിൽ, അതായത് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഓടയിലാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി യുവാവ് വീണത്. ഈ ഓട വെള്ളം നിറഞ്ഞ ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച എരുവ സ്വദേശി ആരോമലാണ് ഈ ഓടയിലേക്ക് ബൈക്കുമായി വീഴുന്നത്. തുടർന്ന് ആ സമയത്ത് തന്നെ രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ആളുകളുടെ ശ്രദ്ധയിൽ ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ആരോമലിനൊപ്പം മറ്റൊരു ആൾ കൂടി ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു. തുടർന്ന് ആളുകൾ ആരോമലിനെ ഈ വെള്ളത്തിൽ നിന്നെടുത്തു. ആ വാഹനം പൂർണ്ണമായി വെള്ളത്തിൽ താഴ്ന്നു പോയ സാഹചര്യമാണ്. അതിന്റെ സീറ്റ് മാത്രമായിരുന്നു പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇരുചക്ര വാഹനത്തിന് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഉള്ള ആ അവസ്ഥയിൽ നിന്നാണ് വാഹനത്തിൽ പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു ഓട നിർമ്മിച്ച ഭാഗത്ത് യാതൊരുവിധ സൈൻ ബോർഡുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അപകട സൂചന കാണിക്കുന്ന സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഇത് വെള്ളം നിറഞ്ഞ അവസ്ഥയും കൂടിയായിരുന്നു. വീണ സമയത്ത് തന്നെ ഗുരുതരമായ പരിക്കാണ് ഏറ്റത്. തുടർന്ന് നാട്ടുകാർ ഓടയിൽ നിന്നെടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് തോട്ടപ്പള്ളിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വിവരം പറയുകയായിരുന്നു. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ് പൊലിഞ്ഞത്. ഈ സംഭവം നടക്കുന്നതിന് KPSC ജംഗ്ഷന് സമീപം തന്നെ ഈ ആരോമൽ മരണപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ബൈക്കും അപകടത്തിൽപ്പെട്ടിരുന്നു. അത്തരത്തിൽ അതിനുശേഷം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ ചെറുപ്പക്കാർ ഈ റോഡിൽ ഉള്ള ഈ കാണയിലേക്ക് വീഴുകയും അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ട സൂചനകൾ പോലും സ്ഥാപിക്കാത്തത് മരണക്കെണിയായി മാറ്റുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്ന സാഹചര്യം വലിയ പ്രതിഷേധം ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരൂർ അടക്കമുള്ള മേഖലകളിൽ ഈ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ അപകടത്തിൽപ്പെട്ടും ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലവും മരണപ്പെട്ടവരുടെ എണ്ണം 5ഓളമാണ്. അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കായംകുളത്ത് 1 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ തുടർച്ചയായ 2 അപകടങ്ങൾ ഉണ്ടാവുകയും അതിലൊരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇത് വലിയ പ്രതിഷേധമാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാതയിൽ ഉണ്ടായ കുഴിയിൽ വീണാണ് ഇപ്പോൾ കായംകുളത്ത് ഒരു യുവാവ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അപകടത്തിൽപ്പെട്ട് മരിച്ചത്.